ചടയമംഗലത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന യുവാവിന്റെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്തു. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയായ നവാസിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് സ്റ്റാൻഡിലിരുന്ന യുവാവിന് അകാരണമായാണ് മൂക്കിടിച്ച് തകർത്തത്. ഡിസംബർ 24 രാവിലെ 11 മണിക്കാണ് സംഭവം. പോരേടം കിണറ്റുമുക്കിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്ന ദീപുവിനെ ഓട്ടോയിലെത്തിയ നവാസ് അസഭ്യം വിളിച്ചു. ദീപു ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാട്ടുകാർ കൂടിയതോടെ നവാസ് സ്ഥലത്തുനിന്ന് കടന്നു കളയുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞ് തിരിച്ചു വന്ന നവാസ് കയ്യിലെ ഇടിവള ഉപയോഗിച്ച് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരിക്കുകയായിരുന്ന ദീപുവിന്റെ മൂക്ക് ഇടിച്ചു മുറിവേൽപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ദീപുവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റു. ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് നവാസിനെതിരെ വധശ്രമമടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഒളിവിൽ കഴിയുകയായിരുന്ന നവാസിനെ ചടയമംഗലം പോലീസ് ഇന്നലെ രാത്രി പോരേടത്തു നിന്നുമാണ് പിടികൂടിയത്. 2019 കടക്കലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ഭർത്താവ് കൊട്ടേഷൻ നൽകിയ കേസിലെ കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന ആളാണ് നവാസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം.